റോയ് കുരിശിങ്കൽ, ഈ സർക്കാരിന് ഇന്നിപ്പോൾ ഹൈക്കോടതി ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനത്തെ റദ്ദാക്കിയത് മുനമ്പം പ്രദേശവാസികളെ സംബന്ധിച്ച് സർക്കാരിന്റെ പ്രശ്നപരിഹാര സാധ്യതയിന്മേലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്നുണ്ടോ? എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, കമ്മീഷനെ നിയോഗിച്ച ദിവസം തന്നെ അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കിയ ഒരു വിഭാഗമാണ് മുനമ്പം നിവാസികൾ. കമ്മീഷൻ നിയോഗിച്ച ദിവസം അതിനെതിരെ പന്തംകൊളുത്തി പ്രകടനം നടത്തിയ ഒരു ജനവിഭാഗമാണ് ഇന്ന് 156 ദിവസമായിട്ട് ആ സമരം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യത്വപരമായ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ളൊരു സമരത്തിനെ ഈ കേരള സമൂഹത്തിന് മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഇറക്കിയ ഒരു കമ്മീഷൻ മാത്രമായിരുന്നു. ജനുവരി 4-ന് ഈ CN രാമേന്ദ്രൻ കമ്മീഷൻ മുനമ്പം സന്ദർശിച്ചപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പലരും പറയുന്നത് കേട്ടു, ഇത് പ്രാദേശിക കോടതികളും മറ്റുള്ളവരും വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ കുറച്ച് നേരത്തെ സംസാരിച്ച വ്യക്താക്കൾ പറഞ്ഞത് ഇതിന് ഒരു യുക്തിയും ലോജിക്കുമില്ല. ശരിയാണ്, കേരളം ഭരിക്കുന്ന ഭരണകക്ഷിക്കായാലും പ്രതിപക്ഷത്തിനാണെങ്കിലും ഇതിന് ഒരു യുക്തിയും ലോജിക്കും ഇല്ലാത്ത വിധത്തിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം മുനമ്പം നിവാസികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ കമ്മീഷൻ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ളത്. ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇനി വരാൻ പോകുന്ന പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ബില്ലാക്കി മാറ്റുകയും ചെയ്യേണ്ടി വരുന്ന വഖഫ് അമെൻഡ്മെൻറ്റ് ആക്റ്റിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഭരിക്കുന്ന നിയമമന്ത്രിക്ക് വരെ അറിയാം. കാരണം ഞങ്ങളുടെ സമരപ്പന്തലിൽ തൊട്ടപ്പുറത്ത് വന്നിട്ട് അദ്ദേഹം ഒരു വിശദീകരണ യോഗത്തിൽ പ്രസംഗിച്ച ഇതാണ്: മന്ത്രിമാർക്കാണെങ്കിലും ഉദ്യോഗസ്ഥർമാർക്കാണെങ്കിലും നിയമവും ചട്ടവും മാത്രം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അത് മാത്രമാണ് പ്രശ്നം. 1995 വഖഫ് ആക്ട് പ്രകാരമാണ് വഖഫ് ബോർഡ് ഇത് എഴുതിയെടുത്തിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. മുനമ്പം സമരവും വഖഫ് ആക്റ്റും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നവർ ഇരുട്ടിൽ തപ്പുന്നവരാണ്. അവർ ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണ്. നിങ്ങൾ ആ ഇരുട്ടിൽ തപ്പിക്കോളൂ. ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് വഖഫ് അമെൻഡ്മെൻറ്റ് ആക്റ്റിൽ ഇത് പരിഹരിക്കപ്പെടും. അല്ലാതെ രാജ്യത്ത് നിലവിലുള്ളൊരു നിയമം വിശദീകരിക്കാൻ അല്ലാതെ കോടതിക്ക് എന്താ സാധിക്കുക? 10 മിനിറ്റിൻ്റെ ഫോർമുലയായിട്ട് കുറേ ആളുകൾ അവിടെ വന്നിരുന്നു. എന്താണ് ആ 10 മിനിറ്റിൻ്റെ ഫോർമുലയെന്ന് കേരള സമൂഹത്തിനോട് പറയാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ ഒരു ഫോർമുല എന്താണെന്ന് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ഒന്ന് പറയണം. ഇനി VP മുസ്തഫ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ വഖഫായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ടായിരുന്നു വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിച്ചെന്നു. എൻ്റെ പൊന്നു സാറേ, ഇത് വഖഫ് ട്രൈബ്യൂണൽ ഇപ്പോൾ മാത്രമാണ് കേസ് നടക്കുന്നത്. ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയാനും ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ VP മുസ്തഫയോട് ആഗ്രഹിക്കുന്നു. കോൺഗ്രസിൻ്റെ സമയത്താണ് ഇത് എഴുതിയെടുത്തതെന്ന് പറയുമെങ്കിൽ ഇപ്പോൾ നിങ്ങളല്ലേ ഭരിക്കുന്നത്, നിങ്ങൾക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? 1995 വഖഫ് ആക്ട് അത്രയ്ക്ക് ഭീകരമാണെന്ന് സമ്മതിക്കാൻ നിവർത്തിയില്ല ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഇപ്പോഴുള്ള ഭരണപക്ഷത്തിനും. പിന്നെ അവിടെ BJP വന്ന് കയറി ആനുകൂല്യം ഉണ്ടാക്കാൻ നോക്കുന്നു, ഞങ്ങളെ അവരുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്നു. അവരൊരു ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ. അവരെന്താ ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടരുന്ന വല്ല നിയമമുണ്ടോ? നിങ്ങളും അങ്ങനെ തന്നെ വളർന്നു വന്നത്. അതായത് VP മുസ്തഫ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു ഭരണ സംവിധാനമുണ്ടല്ലോ, ഇവിടെ എങ്ങനെ വളർന്നത്? ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ഇടപെട്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും വളരുന്നത്. നിങ്ങൾ പാർട്ടികൾ, ഈ രണ്ട് പാർട്ടികളും ജനങ്ങളുടെ പ്രശ്നങ്ങളിലെ അകന്നു പോയെന്നുള്ളതിന് തെളിവാണല്ലോ ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമരവും. ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ഇടപെടുന്നതിനെ അത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. പിന്നെ ഞങ്ങൾ ആരും ഒരിക്കലും ഇത് മുസ്ലിമിനെതിരായിട്ടുള്ള പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ആണ് അവിടെ വന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചത് ഇത് രാഷ്ട്രീയമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് വർഗീയമാണെന്ന്. അത് ഇപ്പോഴും അവർ തുറന്നുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റുപാടാനോ അതിനെ പ്രതിരോധിക്കാനോ പറ്റാത്ത ഇടതുപക്ഷവും ഈ ഒരു ലൈനിൽ തന്നെ നിൽക്കുന്നത്. ദയവായി നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതൊരു വർഗീയ പ്രശ്നമല്ലാതെ ഇതൊരു നിയമപ്രശ്നമാണ്. ആ നിയമം രാജ്യത്ത് നിലവിൽ നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനോ, ഞാൻ ചോദിക്കട്ടെ, ഇത് JPCക്ക് വിട്ടല്ലോ. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും പുതിയ വഖഫ് അമെൻഡ്മെന്റിൽ എന്താണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ അവിടെ എതിർക്കേണ്ടതാണെന്നൊരു ബദൽ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ? ഞാനൊരു ചെറിയ കാര്യം പറയാം. ഇപ്പോഴത്തെ വഖഫ് ആക്ടിലെ സെക്ഷൻ 51A പ്രകാരം
ഇത് വക്കഫാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള 610 വീട്ടുകാരും പോയി ജയിലിൽ കിടക്കണം. അതാണ് ഇപ്പോഴത്തെ 1995 വക്കഫ് ആക്ടിന്റെ ഒരു പ്രത്യേകത. 2 വർഷം ജയിലിൽ കിടക്കണം. ലിമിറ്റേഷൻ ലോ ബാധകമല്ല. ഞങ്ങൾ 1990 വാങ്ങിച്ച ഭൂമിയാണ്. എത്ര വർഷം കണ്ടാണ് വക്കഫ് ബോർഡിന് പോലും ഇത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർക്ക് എന്താ ഇത്ര നാളും ഉണ്ടായിരുന്നില്ലേ? അതും എങ്ങനെയാണ് വന്നതെന്ന് നോക്കുക. വേറൊരു കമ്മീഷനെ കൊണ്ടുവന്നിട്ട് ആ കമ്മീഷനെ കൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുപ്പിച്ച് വക്കഫ് ബോർഡ് അതിൽ ഇടപെടുകയാണ്. വക്കഫ് ട്രൈബ്യൂണൽ ഇപ്പോഴാണ് കേസ് വന്നത് മിസ്റ്റർ VP മുസ്തഫ, അല്ല നേരത്തെ കേസ് ഉണ്ടായിരുന്നില്ല. അത് വളരെ കൃത്യമാണ്. പിന്നെ പ്രാദേശിക